Hi, my name is Khadija Abdullah. I'm from Mother Maldives and I came here to Amrita Hospital after being referred from our doctors at IGMH for a peanut lodged in my 1 year old's lungs. So what happened was on 29th of July this year, he choked on some peanuts and he coughed for around a few minutes and then he stopped entirely. So we didn't think much of it at the time, and then after around 2 days he developed a fever and he was really short on breath. So we took him to the ER and requested for a chest x-ray, and the x-ray showed that he had a severe case of pneumonia, and the doctors there did a CT scan and then a bronchoscopy, and there it was revealed that he had a peanut lodged in his lungs. 1.5 വയസ്സുള്ള കുഞ്ഞിനെ മാൽഡീവ്സിൽ നിന്ന് ഇങ്ങോട്ട് റെഫർ ചെയ്തത് അവൻ്റെ ലങ്സിൽ ഒരു കടലക്കഷ്ണം കുടുങ്ങി കിടക്കുകയാണെന്നും അത് അവിടുത്തെ ഡോക്ടർമാർ ശ്രമിച്ചിട്ട് അത് എടുക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ടാണ്. അവൻ ഇവിടെ വരുമ്പോൾ ഓൾറെഡി 10 ദിവസം ആയിരുന്നു ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം. അവൻ്റെ മെയിൻ ബുദ്ധിമുട്ടുകൾ ശ്വാസം എടുക്കുമ്പോൾ ഒരു സൗണ്ട് വരികയും അതിനെ നമ്മൾ വീസിങ് എന്ന് പറയും, പിന്നെ കുറച്ച് നെഞ്ച് ഉള്ളിലോട്ട് വലിയുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു. പിന്നെ വിട്ടുമാറാത്ത ഒരു ചുമയും ഉണ്ടായിരുന്നു 10 ദിവസമായിട്ട്. അവിടെ ആദ്യം ഇതൊരു അന്യപദാർത്ഥങ്ങൾ ശ്വാസകോശത്തിലേക്ക് പോയതാണ് എന്നുള്ള സസ്പിഷൻ ഇല്ലാതെ സാധാരണ രീതിയിലുള്ള ചികിത്സ ആയ ആൻറ്റിബയോട്ടിക്സും നെബുലൈസേഷനും ഒക്കെ കൊടുത്തിട്ടും ഇമ്പ്രൂവ് ചെയ്യാത്ത അവസ്ഥയിലാണ് ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകും എന്നവർ സസ്പെക്ട് ചെയ്തത്. അവിടെയുള്ള ഡോക്ടർമാർ എക്സ്റേ എടുക്കുകയും എക്സ്റേയിൽ ലങ്സിൻ്റെ ചില ഭാഗത്തിന് ചുരുക്കങ്ങൾ കാണുകയും ചെയ്തുകൊണ്ട് കൂടുതൽ ഇത് തന്നെ ആയിരിക്കും എന്നവർക്ക് സംശയം തോന്നി. അവരൊരു ബ്രോങ്കോസ്കോപ്പി എന്നൊരു പ്രൊസീജിയർ അവിടെ വെച്ച് ശ്രമിക്കുകയും ചെയ്തു. ആ പ്രൊസീജിയർ ചെയ്യുമ്പോൾ കൊച്ചിൻ്റെ ഓക്സിജൻ ലെവൽ വല്ലാതെ കുറയുന്നത് കൊണ്ട് അവർക്ക് സക്സസ് ഇത് കണ്ടെങ്കിലും ഒരു കടലയുടെ കഷ്ണം ലങ്സിൻ്റെ ഒരു അറയിൽ ഇരിക്കുന്നത് കണ്ടെങ്കിലും അതവർക്ക് എടുക്കാൻ പറ്റിയില്ല. അവർ 2-3 പ്രാവശ്യം ശ്രമിച്ചിട്ടും പറ്റാത്തത് കൊണ്ടാണ് ആ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തത്. We arrived in Amrita Hospital on 8th August in the morning and they hospitalized us immediately, and by the evening they have performed the procedure successfully and removed the peanuts from my son's lung, and it was performed by Dr. Sajid. He communicated all the risks involved and the condition of my son to me very clearly, and about the care that he would be needing afterwards also. നമ്മൾ ഇവിടെ വരുമ്പോൾ കുഞ്ഞിന് കാര്യമായിട്ടുള്ള ശ്വാസം മുട്ടലൊന്നും ഇല്ലായിരുന്നെങ്കിലും ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചുമയും ഒരു നെഞ്ചിലുള്ള വലിവും നമ്മൾ ഫീൽ ചെയ്തു. നമ്മൾ അവനെ ബ്രോങ്കോസ്കോപ്പി എന്ന പ്രൊസീജിയർ, ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പി എന്ന പ്രൊസീജിയർ ചെയ്യുകയും ചെയ്തു. ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ ICUവിൻ്റെ സഹായത്തോടു കൂടെ നല്ല ഡീപ്പായിട്ടുള്ള സെഡേഷൻ കൊടുത്ത് ബ്രീത്തിങ് കംപ്ലീറ്റ്ലി ടേക്ക് ഓവർ ചെയ്ത് ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പ് എന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് ലങ്സിനകത്ത് പോയി ഈ ഫോറിൻ ബോഡി, ഈ കടലക്കഷ്ണം ഐഡൻറ്റിഫൈ ചെയ്യുകയും ഒരു ബാസ്ക്കറ്റ് ഉള്ളിലോട്ടിട്ട് ആ ഫോറിൻ ബോഡി എടുക്കുകയും പുറത്തെടുക്കുകയും ചെയ്തു. ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കുട്ടിയുടെ സേഫ്റ്റിയാണ്. കണ്ട സാധനം പുറത്തെടുക്കുക എന്നുള്ളതിലുപരി അത് എങ്ങനെ നമ്മൾ കുട്ടിയുടെ ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുകയും അതിൻ്റെ ഫർദർ കോംപ്ലിക്കേഷൻ ഇല്ലാതെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി. നമ്മൾക്ക് ദൈവം സഹായിച്ചിട്ട് ഈ ഒരു കുഞ്ഞിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്കിത് പുറത്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇതെല്ലാത്തിനും ശേഷവും 2-3 ദിവസത്തെ മരുന്നുകളും നെബുലൈസേഷനും ഒക്കെ ശേഷം അവൻ പഴയതുപോലെ തിരിച്ച് നോർമൽ ആവുകയും ഈ ആഴ്ച തന്നെ തിരിച്ച് മാലദ്വീപിലേക്ക് പോവുകയും ചെയ്യും.